സെക്സ് വർക്കേഴ്സ് എന്താ അവരെ ബലമായിട്ട് ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് എന്നെ അങ്ങനെയല്ലല്ലോ സെക്സ് ഉം. വർക്ക്. ഒരാള് പൈസയും കൊടുത്ത് വില്ലിങ് ആയി അവരെ കൂടെ പോയിട്ട് ഇതാക്കുന്നല്ലേ സെക്സ് ഉം. വർക്ക്. അവർക്ക് ജീവിക്കാൻ ചിലപ്പോൾ അതേ അറിയുന്നുണ്ടാവുള്ളൂ, അതേ വഴി ഉണ്ടാവുള്ളൂ. ചിലവർ ചെറുപ്പത്തിലേ അങ്ങനെ വന്ന് അതിനോട് പെട്ടവരുണ്ടായിരിക്കും. എനിക്ക് യോജിപ്പില്ല. എത്രത്തോളം പ്രധാനമാണ് തട്ടം? എനിക്ക് അള്ളാനെ പേടിയില്ല. പേടിക്കുന്ന ഒരാളെ നമുക്ക് അവിടുത്തെ സമാധാനം കിട്ടുമോ? ഇല്ല. ഉം. എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതിന്റെ ഫുള്ളായിട്ടുള്ള ഭാഗം ഞാൻ വെച്ച് തരാം. എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ ബാബു എന്ന ഒരു സുഹൃത്താണ്. അയാൾ എന്നോട് അയച്ചു തന്ന് പറഞ്ഞു, ബ്രോ ഇതെന്തായാലും നീ റിയാക്ട് ചെയ്യണം. അപ്പം ഞാൻ ആ ബ്രോയോട് പറഞ്ഞു, ബ്രോ ഇതിൽ അള്ളാന് വിശ്വാസമില്ല എന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്, അത് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ സുഡാപ്പിയാവുന്നുണ്ട്, ഞാനൊരു വർഗീയവാദി ആവുന്നുണ്ട്, എങ്ങനെയാണ് ബ്രോ ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നത്? അങ്ങനെയുള്ള കോണ്ടന്റ് ഞാൻ പരമാവധി ഒഴിവാക്കുന്നതാണെന്നാണ് ഞാൻ ബാബുവിനോട് പറഞ്ഞത്. അപ്പൊ എന്നോട് അവൻ പറയുകയാണ്, ഇതില് അതായത് മതം മാത്രമല്ല ഇവൾ പറയുന്നത്, സെക്സ് വർക്കിനെയും കൂടി, അതായത് സെക്സ് വർക്കും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊന്ന് തിരുത്തി കൊടുക്കണം. അത് കാണുന്നത് മില്യൺ കണക്കിന് ആൾക്കാരാണ്. പറഞ്ഞത് അസ്ലാം മാർലിയാണ്, റീൽസ് താരമാണ്, ഇഷ്ടംപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള അസ്ലാം മാർലിയാണ്. ഇവളെ ഫോളോ ചെയ്തത് പിഞ്ചോമന കുട്ടികളാണ്. അതായത് SSLC +1 +2 പഠിക്കുന്ന അധികം പെൺകുട്ടികളാണ് ഇവളെ ഫോളോ ചെയ്തത്. കാരണം സെക്സ് എഡ്യൂക്കേഷൻ, നല്ല നല്ല വീഡിയോസ്, അതായത് സെക്സ്വൽ ആയിട്ടുള്ള കോണ്ടന്റ് ആണ് കൂടുതൽ ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇവളുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് അവരുടെ ജീവിതമാർഗം വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ പോകും. ഇതിനൊന്ന് എതിർക്കണമെന്ന് ബാബു അയച്ചു തന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ ഫുള്ളായി കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടി. അസ്ലാം മാർലിയോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. അവർക്ക് ഞാൻ ചില കാര്യങ്ങൾ, അവർ തെറ്റായിട്ട് പറയുന്ന കാര്യം ഞാൻ തിരുത്തി കൊടുക്കാനാണ് വന്നത്. നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. അള്ളാഹനെ വിശ്വാസമില്ല എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം അസ്ലാം മാർലിയോട് നമുക്ക് ചോദിക്കാം. അസ്ല, നീ എങ്ങനെ ഡ്രസ്സ് ധരിക്കണം, അതായത് നിന്റെ ഇഷ്ടത്തിന് അരിഞ്ഞാടാൻ നിന്റെ മാതാപിതാക്കൾ സമ്മതിക്കുന്നുണ്ടോ? ഉത്തരം: മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി അല്ല അല്ല. എന്റെ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷെ എന്റെ ഫാമിലി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചില കാര്യത്തിൽ വളരെ ലിബറലായി ചിന്തിക്കുന്നവരും ചില കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് ലിബറൽ ആയിട്ട് ചിന്തിക്കുന്നത്? ലിബറലായി ചിന്തിക്കുന്നത് ഇപ്പൊ ഞാൻ എനിക്ക് ഈ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് ഇന്ന ആളെ കല്യാണം കഴിക്കണം, ഓക്കെ നല്ലതാണോ, ഓക്കെ അന്വേഷിച്ചു, ഓക്കെ ഓക്കെ നല്ലതാണോ, ഓക്കെ. ഓക്കെ, അസ്ല പറയുന്നത് അസ്ലക്ക് എന്ത് ഡ്രസ്സ് വേണം ധരിക്കാം, എവിടെ വേണമെങ്കിലും പോവാം, അതിൽ മാതാപിതാക്കൾ ഒന്നും പറയത്തില്ല, ഓക്കെ ഓക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അസ്ലക്കൊരു കുഞ്ഞ് പൊന്നുമോളായിട്ടുള്ള ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി വലുതായി കഴിഞ്ഞാൽ, ആ പെൺകുട്ടിക്ക് 18 വയസ്സ് അങ്ങനെ ഒരു വയസ്സായി കഴിഞ്ഞാൽ, ആ പെൺകുട്ടിയുടെ ആഗ്രഹം, അവൾ എങ്ങനെ, അതായത് എനിക്ക് പുറത്തിറങ്ങി നടക്കണം, അതായത് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം, അങ്ങനെ പറഞ്ഞാൽ അസ്ല സമ്മതിക്കുമോ? ആ ഒരു വീഡിയോയും കൂടി നിങ്ങളൊന്ന് കാണണം. അതിന് ഉത്തരം അസ്ല തരുന്നുണ്ട്. നമ്മുടെ കുട്ടി വളർന്ന് വലുതാകുന്ന ഒരു സാഹചര്യം വന്നാൽ ലിവിങ് ടുഗദറിന് സമ്മതിക്കും? ഇപ്പോഴത്തെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഓ ഞാൻ സമ്മതിക്കൂലോ, ഞാൻ സമ്മതിക്കും, അതിനെന്താ, അത് അവളുടെ ഇഷ്ടമല്ലേ, അവളുടെ ഇഷ്ടമല്ലേ എന്ന് പറയും. ഓക്കെ, അസ്ല പറയുന്നത് അത് ഞാൻ സമ്മതിക്കും, എൻ്റെ മോള് വലുതായാൽ അവൾ പറയുന്ന രീതിക്കാണ്, അവൾ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് അസ്ല പറയുന്നത്. അതിൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. പൊന്നു മനുഷ്യന്മാരെ, ഇനിയാണ് ഞെട്ടിക്കുന്ന ചില വീഡിയോസ് ഞാൻ വെച്ച് തരാൻ പോകുന്നത്. ആദ്യം സെക്സ് വർക്കിനെ കുറിച്ചിട്ട് അസ്ലാം മാർലിയോട് നമുക്ക് ചോദിക്കാം. ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം. ഞാൻ നല്ല രീതിക്ക് അസ്ലയെ ഇപ്പോൾ വിമർശിക്കാം ആ വീഡിയോ വെച്ചതിന് ശേഷം. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. കാരണം ഈ വീഡിയോ മാക്സിമം ആളിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ പിഞ്ചോമന പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, SLC +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. കാരണം അസ്ല പറയുന്നത് തെറ്റെന്ന് ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ആദ്യം സെക്സ് വർക്കിനെ കുറിച്ചിട്ട് അസ്ലയോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് അങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്നവര് എനിക്ക് അങ്ങനെ ഒരു മോശം കണ്ണിൽ ഞാനൊരു മോശം പ്രവൃത്തിയെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു സെക്സ് വർക്ക് അല്ല. സെക്സ് വർക്കേഴ്സ് എന്താ അവരെ ബലമായിട്ട് ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് എന്നെ അങ്ങനെയല്ലല്ലോ സെക്സ് വർക്ക്. ഒരാള് പൈസയും കൊടുത്ത് വില്ലിങ് ആയി അവരെ കൂടെ പോയിട്ട് ഇതാക്കുന്നല്ലേ സെക്സ് വർക്ക്. അവർക്ക് ജീവിക്കാൻ ചിലപ്പോൾ അതേ അറിയുന്നുണ്ടാവുള്ളൂ, അതേ വഴി ഉണ്ടാവുള്ളൂ. ചിലവർ ചെറുപ്പത്തിലേ അങ്ങനെ വന്ന് പെട്ടവരുണ്ട്. എനിക്ക് യോജിപ്പില്ല. ഞാൻ പറയാം, ഇപ്പൊ ഒരു മുംബൈയില് നമ്മൾ പോയി, എത്രയോ സെക്സ് ട്രാഫിക്കിംഗ് വഴി എത്രയോ കുഞ്ഞുങ്ങളെ കടത്തിയിട്ട് വളരെ ചെറിയ പ്രായം തൊട്ടിട്ട് ഈ ഒരു ഇതിലുണ്ടായിരിക്കും. അവർക്ക് വലുതായി ഇതേ അറിയുള്ളൂ. അവർക്ക് വേറൊരു ലോകത്തിനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവില്ല, ഈ ഒരു ചുറ്റുപാടിനെ കുറിച്ചിട്ട് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. അസ്ലാം മാർലി, ഞാൻ വിളിക്കുന്നു. ഞാൻ പേഴ്സണലി മുംബൈയിലുള്ള ഒരാളാണ്. അതായത് ആരാണ് ഇവിടെ, അതായത് ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ സെക്സ് ആയിട്ട് അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് മേഖലയിലാണ്? നിയമ നടപടിക്ക് പോകാൻ തയ്യാറാണോ അസ്ല?
അങ്ങനെ ഒരു സംഭവം ഇവിടെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഓക്കെ, മുംബൈയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ ഈ ഒരു കാറ്റഗറിക്ക് വിടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. പിന്നെ അസ്ല മാറിലൂടെ ഒരു കാര്യം പറയാം. അസ്ല ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് അതിലേക്ക് നമ്മൾ 400, 500, 300 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ, രേണു സുധിയെ പോലെയുള്ള സ്ത്രീകൾ അർദ്ധ ഡ്രസ്സ് ഇട്ടിട്ട് ചില ഫോട്ടോസ് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അതിന് നമ്മൾ കൊടുക്കേണ്ടത് 400, 500 രൂപയാണ്. ഇതിനുള്ള പ്രശ്നം, ഇപ്പോൾ ഈ ഡിഗ്രിയിൽ പഠിക്കുന്ന 18, 20, 19 വയസ്സായിട്ടുള്ള പെൺകുട്ടികൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല, ഡോക്ടർ ആവാൻ തയ്യാറാവുന്നില്ല, വക്കീലാവാൻ തയ്യാറാവുന്നില്ല, വിദ്യാഭ്യാസത്തിന് തയ്യാറാവുന്നില്ല. അവറ്റകൾ ചെയ്യുന്നത് ഒരു റൂമിനുള്ളിൽ ഇങ്ങനത്തെ ഒരു പരിപാടി, അതായത് പകുതി ഡ്രസ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ അയച്ച് കാണിച്ചിട്ട് ആ രീതിക്ക് പൈസ ഉണ്ടാക്കാൻ നിലവിൽ ശ്രമിക്കുകയാണ്. അതാരെന്ന് ഞാനൊന്നും ക്ലിയർ ആയിട്ട് പേരെടുത്ത് പറയുന്നില്ല. രേണു സുധി അങ്ങനെ ചെയ്യുന്നു ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചെറിയൊരു എക്സാമ്പിൾ, സബ്സ്ക്രിപ്ഷന്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിലവിൽ പെൺകുട്ടികൾ പഠിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും ഇപ്പം ഞാൻ ജോലി എടുക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളും ജോലി എടുക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ്, പഠിക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ്, പഠിച്ച് ജോലി കിട്ടണം, പൈസ കിട്ടണം. അപ്പോൾ പെൺകുട്ടികൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്, എന്തിന് കുറേ കഷ്ടപ്പെട്ട് ഡോക്ടറൊക്കെ പഠിക്കണം, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പകുതി ഡ്രസ്സ് കാണിച്ചു കഴിഞ്ഞാൽ, പകുതി മാരിടം കാണിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ. അങ്ങനെയാണ് ചില പെൺകുട്ടികളുടെ ജീവിതം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ്. അതിനെ നമ്മൾ എതിർക്കണം. ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത കേരളമാവും, വനിതകൾ ഇല്ലാത്ത കേരളമാവും. ഇഷ്ടംപോലെ പെൺകുട്ടികൾ അതിലൂടെ അവരുടെ ലൈഫ് തന്നെ ഇല്ലാതാവും. എന്തിനു വേണം, ഏറ്റവും അവസാനം ആത്മഹത്യ അടക്കം പെൺകുട്ടികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടി അസ്ല നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. സെക്സ് വർക്ക് വളരെ വളരെ തെറ്റാണ്. അതായത് വേണമെങ്കിൽ പഠിച്ച് പണിയെടുക്കട്ടെ, എന്തിനാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട പണിയെടുക്കുന്നത്, അതിൽ ഞാൻ യോജിപ്പില്ല. ഇത് നീ സമൂഹത്തിന് കൊടുക്കുന്നത് വളരെ വളരെ വൃത്തികെട്ട ഒരു സന്ദേശമാണ്. ഓക്കെ, നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, ദൈവത്തിൽ വിശ്വാസമുണ്ടോ, അത് ഞാൻ ചോദിച്ചു. അതിനുള്ള ഉത്തരം കൂടി അസ്ല തരുന്നുണ്ട്. ഓക്കെ, ഇസ്ലാം മതവിശ്വാസിയല്ലേ? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്? പലരും പല രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, പുരുഷ മേധാവിത്വമാണെന്നൊക്കെ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഏതൊരു മതവും പോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ത്രീകളെ വർണ്ണിച്ചിരിക്കുന്നതും ഏറ്റവും രീതിക്ക് അല്ല, ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല കഠിനമായ ജോലികൾ സ്ത്രീകൾ ചെയ്യണ്ട എന്ന് പറയുന്ന മതമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എടുത്തും കൂടി പറയുന്നുണ്ട്. അതായത് ഒരു പുരുഷനും ചെയ്യാൻ കഴിയാത്ത പ്രസവം, മുലയൂട്ടൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീ സൗമ്യമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. എത്രത്തോളം നബിയുടെ ബീവിനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്തിരുന്നു, എന്തൊക്കെ ജോലികളിൽ സഹായിച്ചിരുന്നു എന്നൊക്കെ ഏറ്റവും കൂടുതൽ വർണ്ണിച്ചിരിക്കുന്ന ഒക്കെ ഒരു മതമാണ്. അപ്പൊ ആൾക്കാർക്ക് പക്ഷെ സ്ത്രീകൾ, ഓരോ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ ഏതൊക്കെയോ ആൾക്കാർ ഇങ്ങനെ സ്ത്രീ ആയാൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ബാക്കി മതക്കാരുടെ ഇടയിൽ എന്താലേ മുസ്ലിംസ് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെയാണല്ലേ എന്ന് പറയുന്നുണ്ടാവും. ശരിക്കും മതം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചേക്കുന്നത് സ്ത്രീകളെയാണ്. തീർച്ചയായിട്ടും. എത്രത്തോളം പ്രധാനമാണ് തട്ടം ഇസ്ലാമിൽ? തട്ടം ഞാൻ പറയട്ടെ, ഇപ്പൊ ശരിക്കും നമ്മുടെ മതത്തിൽ തട്ടം ഡ്രസ്സിന്റെ ഡ്രസ്സിങ്ങിന് മോഡസ്റ്റി, ഒരു മോഡസ്റ്റി ആണ്, ഒരു അങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നത്. എനിക്ക് എന്റെ മോഡസ്റ്റി ഒന്നും ഞാൻ ഇങ്ങനെ നടക്കുന്നതായിരിക്കും. അപ്പൊ എനിക്ക് ഒരു തട്ടത്തിലാണ് എന്റെ ഒരു വ്യക്തിത്വം ഇരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാരും പറയും അള്ളാഹിനെ പേടിയില്ലേ, അള്ളാഹിനെ ഭയല്ലേ, എനിക്ക് അള്ളാഹിനെ പേടിയില്ല. എനിക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് ഞാൻ പടച്ചോനെ വിളിക്കുമ്പോഴായിരിക്കും. നമുക്ക് ഏറ്റവും സമാധാനം, പേടിക്കുന്ന ഒരാളെ നമുക്ക് അവിടുത്തെ സമാധാനം കിട്ടുമോ? ഇല്ല. എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിളിക്കും, ഞാൻ പടച്ചോനെ ആയിരിക്കും ഓർക്കുന്നുണ്ടായിരിക്കാം. എനിക്ക് പേടിയുള്ള ആളെ ഒരിക്കലും ഞാൻ ആ സമയത്ത് ഞാൻ ഓർക്കൂല. അപ്പൊ എനിക്ക് പടച്ചോൻ എന്നെ ഇങ്ങനെ ശിക്ഷിക്കും, അങ്ങനെ ഇതാക്കും എന്നുള്ളത് ഞാനേ ഇല്ല. എന്നെ മനസ്സിലാക്കും പടച്ചോൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തട്ടിടാത്തത് എന്റെ മാത്രം എന്ന് വെച്ചിട്ട് തട്ടിടുന്നവരെ ഞാൻ ഒരിക്കലും ഞാൻ ഇതാക്കിയിട്ടില്ല. ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ഞാൻ പറയില്ല. അത് ഓരോരുത്തരെ വിശ്വാസത്തിന് നിയമപ്രകാരം തട്ടം ഇടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തില്ലാത്തോണ്ട് ഞാൻ വിശ്വാസിയാവുന്നില്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചവരാണെങ്കിലും ഹൈന്ദവ മതത്തിൽ ജനിച്ചവരാണെങ്കിലും മുസ്ലിം മതത്തിൽ ജനിച്ചവരാണെങ്കിലും ആ മതം എന്താണോ പറയുന്നത് അത് അങ്ങനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് ഞാൻ പറയാം. നിരീക്ഷരവാദികൾക്ക് അങ്ങനെ പോവാം. അതായത് നമ്മൾ ജനിച്ചു കഴിഞ്ഞു, ഇന്ന മതത്തിലെ ഏത് മതത്തിലായാലും അതെന്ത് പറയുന്നു അങ്ങനെ പോകുന്നതല്ലേ നല്ലത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അതാണ് നല്ലത്. ഞാൻ കാണുന്നത്
ഇവിടെ ഒരു ദൈവമുള്ളൂ, ആ ദൈവം മനുഷ്യ ദൈവം. ഇവിടെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, ഈ പറയുന്ന പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, ദീപാവലി ആഘോഷിക്കുന്നുണ്ട്, എല്ലാം പോകുന്നത് ഒരൊറ്റ ദൈവത്തിലേക്കാണ്. അങ്ങനെയാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഓക്കെ, എൻ്റെ പേഴ്സണൽ ചിന്ത അങ്ങനെയാണ്, അത് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇസ്ലാം മതപ്രകാരം ആ ഒരു പെൺകുട്ടികൾ തത്തമിട്ടിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവർ അങ്ങനെ ജീവിക്കട്ടെ. എന്തിനാണ് അസല ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ അസലയുടെ സന്ദേശം ആരും ഉൾക്കൊള്ളണ്ട. നിങ്ങളുടെ രീതിയിൽ നല്ല രീതിക്ക് നിങ്ങളുടെ കുടുംബം എന്താണോ പറയുന്നത് അങ്ങനെ ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.